ജെഎൻയുവിൽ വിജയക്കൊടി പാറിച്ച എസ്എഫ്ഐ ഉൾപ്പെടുന്ന ഇടതുപക്ഷ സഖ്യം. പ്രധാന സീറ്റുകളിലെല്ലാം 1000-ഓളം വോട്ടുകൾക്ക് എബിവിപി സ്ഥാനാർത്ഥികളെ ഇടതുസഖ്യം പരാജയപ്പെടുത്തി. 4 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അധികൃതരെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കാനുള്ള എബിവിപിയുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇടതുസഖ്യത്തിന്റെ ആധികാരിക ജയം. നാലു വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ജെഎൻയുവിൽ ഇടതുകാറ്റ് വീശിയടിച്ചു. എബിവിപിയുടെ കുതന്ത്രങ്ങളും അട്ടിമറി ശ്രമങ്ങളും വിലപ്പോയില്ല. എസ്എഫ്ഐ ഉൾപ്പെടുന്ന ഇടതു പാനൽ വമ്പിച്ച ജയം കരസ്ഥമാക്കി. പ്രധാന സീറ്റുകളിലെല്ലാം 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എബിവിപി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത്. പ്രസിഡന്റായി ധനഞ്ജനും വൈസ് പ്രസിഡന്റായി എസ്എഫ്ഐയുടെ അവിത് ഘോഷും ജനറൽ സെക്രട്ടറിയായി ബാപ്സയുടെ പ്രിയാൻഷ് ഷിയാരിയും ജോയിന്റ് സെക്രട്ടറിയായി എഎഎസ്എഫിന്റെ എംഒ സാജിദും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷ സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ വളഞ്ഞ വഴിയിലൂടെ അയോഗ്യയാക്കിയോടെ ഇടതുപക്ഷ സഖ്യം ബാപ്സ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയായിരുന്നു. 42 കൗൺസിലർമാരിൽ 30 പേരും ഇടതുപക്ഷ സഖ്യത്തിൽ നിന്നാണ്. സോഷ്യൽ സയൻസ് കൗൺസിലറായി തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശി ഗോപിക വിജയിച്ചു. ജെഎൻയു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഏക മലയാളി കൂടിയാണ് ഗോപിക. 4 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് കുറേ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. എബിവിപിയും അഡ്മിനിസ്ട്രേഷനും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ വർഷം ഇലക്ഷൻ നടക്കണമെന്ന്. ഞാൻ നിന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ ലെഫ്റ്റ് പാനലിൽ കൗൺസിലർ പോസ്റ്റിലാണ്. അവിടെ 5 പേരുടെ പാനലാണ് ലെഫ്റ്റ് യൂണിറ്റ് കൊടുത്തത്. അതിൽ 4 പേരും വിജയികളായി. 5ാമത്തെ സ്ഥാനം ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്. എബിവിപിക്ക് ഒരു സ്ഥാനം പോലും കിട്ടിയില്ല. ആവേശകരമായ വോട്ടെണ്ണലിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അവസാന നിമിഷം വരെ എബിവിപി ഇഞ്ചോടിഞ്ച് പൊരുതി. എന്നാൽ അവസാന ഫലപ്രഖ്യാപനത്തോടെ ഇടതു സഖ്യത്തിന്റെ ജയം സമ്പൂർണ്ണമായി. 4 വർഷത്തിന് ശേഷം നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സഖ്യം നേടിയത്. ജെഎൻയു ക്യാമ്പസിൽ നിന്നും ക്യാമറമാൻ അതുൽ CS-നൊപ്പം CP ജോസഫ്, കൈരളി ന്യൂസ്.